നിങ്ങളൊരു PC ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ഒരു ഡൗട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഇൻ്റലിൻ്റെ PC വേണോ അല്ലെങ്കിൽ AMDയുടെ ഒരു മെഷീൻ ഉണ്ടാക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവാം. ഞാനൊരു കുറേ നാളുകൊണ്ട് സർവീസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഇൻ്റലും AMDയും നല്ല പ്രൊസസ്സറുകൾ തന്നെയാണ്. നമുക്ക് പിന്നെ ഇൻ്റലിൻ്റെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ റിലയബിലിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമുള്ള വ്യത്യാസം. പിന്നെ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റലിൻ്റെ പ്രൊസസ്സറിനെ അപേക്ഷിച്ചിട്ട് നമ്മൾ AMDയുടെ പ്രൊസസ്സർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു വാല്യൂ ഫോർ മണി നമുക്ക് ഫീൽ ചെയ്തേക്കാം. അതിൻ്റെ കോറിൻ്റെ കാര്യത്തിലായാലും ഗ്രാഫിക്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു PC ഉണ്ടാക്കുമ്പോൾ ഗ്രാഫിക്സ് കാർഡൊന്നും വെക്കുന്നില്ല എങ്കിൽ ഗെയിമിംഗ് കുറച്ചൊക്കെ നന്നായിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ AMD തന്നെ ചൂസ് ചെയ്യുക. കാരണം AMDയുടെ ഗ്രാഫിക്സ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ബെറ്ററാണ്. നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു പ്രൊസസ്സറാണ് AMD എന്ന് പറയുന്നത്. ഇൻ്റലിലെ ഗ്രാഫിക്സ് ഒരു അല്പം കുറവാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ റിലയബിലിറ്റി സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ഇൻ്റലാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങളുടെ രീതിയിൽ തീരുമാനിക്കാവുന്നതാണ്. ഈ ഒരു ബിൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹയസ്റ്റ് ബിൽഡ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലെങ്കിലും ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാനും വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു PC ആണ് നമ്മളിന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബിൽഡിങ്ങിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് B460+ ടഫ് ഗെയിമിംഗ് എന്ന് പറയുന്ന അസ്യൂസിൻ്റെ ഒരു ATX മദർ ബോർഡാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് Core i5 ഇൻ്റലിൻ്റെ 10th ജനറേഷൻ പ്രൊസസ്സറാണ്. 10400F എന്ന് പറയുന്ന മോഡലാണ്. 2.9 GHz ബേസ് സ്പീഡ് വരുന്ന ഇതിന് 4.3 വരെ മാക്സിമം ടർബോ സ്പീഡും ലഭിക്കുന്നുണ്ട്. 12 MB ക്യാഷ് മെമ്മറി ഉണ്ട്. നമ്മളെടുത്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് Gigabyte 1650 സൂപ്പർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. നിങ്ങൾക്ക് അസീസിൻ്റെ തന്നെ ടഫ് ഗെയിമിങ്ങിൻ്റെ ഇതേ സീരീസിലുള്ള ഗ്രാഫിക്സ് കാർഡ് മേടിക്കാനായിട്ട് കിട്ടും. നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇത് എടുത്തത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ, സെയിം ആണ്. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്ന റാം എന്ന് പറയുന്നത് നമ്മുടെ DDR4ൻ്റെ 3000 MHz കോർസെയർ വെഞ്ചൻസിൻ്റെ റാമാണ്. 2 റാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് 8GB. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് വിൻഡോസിൻ്റെ ഇൻസ്റ്റലേഷന് വേണ്ടി എടുത്തിരിക്കുന്ന 250GB WD ബ്ലൂ എന്ന് പറയുന്ന ഒരു മോഡൽ NVMe SSD ആണ് ഇതിന് വേണ്ടിയിട്ട് സിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഹൈപ്പർ 212 RGB ബ്ലാക്ക് എഡിഷൻ്റെ ഒരു കൂളർ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. കൂളർ നമ്മൾ ഫാൻ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളർ മാസ്റ്ററിൻ്റെ തന്നെ 550 വാട്ട്സിലുള്ള ബ്രോൺസ് എന്ന് പറയുന്ന മോഡലിലുള്ള ഒരു SMBS ആണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ തന്നെ 1 TB ഹാർഡ് ഡിസ്ക് നമ്മൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അഡീഷണലായിട്ട്. നമ്മുടെ അടുത്ത ക്യാബിനറ്റ് എന്ന് പറയുന്നത് മാസ്റ്റർ ബോക്സ് MB511A RGB എന്ന് പറയുന്ന കൂളർ മാസ്റ്ററിൻ്റെ തന്നെ ഒരു ക്യാബിനറ്റാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ARGB ഒക്കെ നല്ല രീതിയിൽ വരുന്ന ഒരു മോഡലാണിത്. നല്ല ഒരു മോഡൽ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന നമ്മുടെ കീബോർഡ് എന്ന് പറയുമ്പോൾ ആൻറ്റിൻ്റെ eSports എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരല്പം അത്യാവശ്യം വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള ഒരു നല്ലൊരു മോഡൽ തന്നെയാണിത്. നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു മോഡലും ഒക്കെ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മൗസ് എന്ന് പറയുമ്പോൾ ലോജിടെക്കിൻ്റെ G102 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മോണിറ്റർ നമ്മൾ എടുത്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ 24 ഇഞ്ച് മോണിറ്ററാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതൊരു പുതിയൊരു മോഡലാണ്, ലേറ്റസ്റ്റ് മോഡലാണ്. അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് V-Guardൻ്റെ സ്ലെൻഡർ പ്ലസ് എന്ന് പറയുന്ന ഒരു UPS ആണ്. 600 വാട്ട്സിൻ്റെ ഒരു UPS ആണ്. നല്ലൊരു UPS തന്നെയാണിത്. വാറണ്ടിയൊക്കെ നന്നായിട്ട് കിട്ടുന്നത് തന്നെയാണ്. ആദ്യം നമുക്ക് നമ്മുടെ പ്രൊസസ്സറിനെ മദർ ബോർഡുമായിട്ട് ഫിക്സ് ചെയ്യണം. നമ്മുടെ പ്രൊസസ്സർ എടുത്ത ശേഷം നമ്മൾ കറക്റ്റായിട്ട് ആ വെട്ടൊക്കെ നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ആ പിന്നൊന്നും വളഞ്ഞു പോകാതെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വെക്കുക. പിന്നൊക്കെ വളഞ്ഞു പോയി കഴിഞ്ഞാൽ മദർ ബോർഡ് തന്നെ യൂസ് ഇല്ലാതായി പോകും. പിന്നെ നമുക്ക് അതിന് ശേഷം അതിൻ്റെ പ്രൊട്ടക്ഷൻ കവറൊക്കെ അങ്ങ് റിമൂവ് ചെയ്തിട്ട് ആ ക്ലിപ്പ് ഇൻസെർട്ട് ചെയ്ത് കറക്റ്റായിട്ട് അങ്ങ് വെക്കുക. അടുത്ത നമ്മുടെ കൂളറിനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. കൂളറിനെ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കൂളർ ഈ ഒരു മോഡൽ എന്നൊക്കെ പറയുന്നത് ഫ്ലെക്സിബിളാണ്. എല്ലാ മോഡലിനും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഒരുപാട് രീതിയിൽ നമ്മുടേതായ രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇൻ്റലിൻ്റെ ആയതുകൊണ്ട് ഈ ഒരു സ്ക്രൂ ഒക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് അതിൻ്റെ നമ്മുടെ കറക്റ്റ് സൈസിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ മെത്തേഡിലായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ചെയ്ത ശേഷം നമ്മൾ പുറകിൽ ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു ബേസാണ് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പുറകു സൈഡിലായിട്ട് ആ ബേസിനെ സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം അതിനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കേണ്ട കോമ്പണൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ അത് കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബേസിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മുടെ കൂളറിനെ ഫിക്സ് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിന് മുമ്പേ നമുക്ക് കൂളറിലും ചെറിയ 1-2 കലാപരിപാടികൾ ചെയ്യേണ്ടതുണ്ട്.
കൂളറിൻ്റെ അടിസൈഡിലായിട്ട് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യേണ്ട ആ ബേസിന് പിടിപ്പിക്കേണ്ട നട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള സ്ക്രൂവും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതുള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ആ സ്ക്രൂ ഒക്കെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ആ പ്രൊട്ടക്ഷൻ കവറിനെ അങ്ങ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത ശേഷം നമുക്ക് അതിനെ ഫിക്സ് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. തെർമൽ പേസ്റ്റെല്ലാം നമുക്ക് ഈ ഒരു ഫാൻ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓവറായി പോകാതെ കണക്കിന് മാത്രം നമ്മൾ തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു കൂളർ ഫാനിനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കൂളറിനെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഈ മെത്തേഡിലാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആ ഫാനിനെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫാനിനെ പതിയെ ഇളക്കി മാറ്റിയ ശേഷം നമ്മൾ കറക്റ്റായിട്ട് തന്നെ അതിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പേ നമ്മുടെ തെർമൽ പേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ മറക്കരുത്. കറക്റ്റായിട്ട് തെർമൽ പേസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇവിടെ ഫാനെല്ലാം സെറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് റാം ഇൻസെർട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. കറക്റ്റായിട്ട് നമ്മുടെ റാമിനെ സ്ലോട്ടിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റാമെല്ലാം ഫിക്സ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ നമ്മുടെ NVMe SSD ആണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മുടെ SSD എടുത്ത ശേഷം നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് സ്ക്രൂസൊക്കെ അവൈലബിൾ ആണ്. കാരണം മദർ ബോർഡിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കണമെങ്കിൽ അതിൻ്റെ ബേസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സ്ക്രൂ എടുത്ത ശേഷം നമ്മൾ കറക്റ്റായിട്ട് തന്നെ മദർ ബോർഡിൽ ഒരെണ്ണം തന്നെ നമുക്ക് മതിയാവും. നമ്മുടെ ഈ ഒരു മദർ ബോർഡിൽ നമുക്ക് 2 M.2 സ്ലോട്ട് വരുന്നുള്ളത് കൊണ്ട് നമുക്ക് 2 എണ്ണം അവൈലബിൾ ആണ്. M.2 സ്ലോട്ട് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, നമുക്ക് ഗ്രാഫിക്സ് കാർഡിനൊക്കെ 2 സ്ലോട്ട് വരുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ATX മദർ ബോർഡാണ്. നമുക്ക് 2 ഗ്രാഫിക്സ് കാർഡും ഒക്കെ നമുക്ക് ഷെയർ ചെയ്തൊക്കെ ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അപ്പം മദർ ബോർഡിനകത്തുള്ള കമ്പോണൻസ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ക്യാബിനറ്റിനെ ഓപ്പൺ ചെയ്യാം. നമ്മൾ മദർ ബോർഡ് ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ബാക്ക് പാനൽ പ്ലേറ്റ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അതിനെ മദർ ബോർഡിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മളെടുത്ത് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നമ്മൾ ഫിക്സ് ചെയ്ത ശേഷമാണ് നമ്മുടെ മദർ ബോർഡിനെ വെച്ച് കൊടുക്കേണ്ടത് ഇതിനകത്തായിട്ട്. അതിനുശേഷം നമ്മുടെ ബാക്ക് സൈഡിലുള്ള ഒരു കവറിനെ റിമൂവ് ചെയ്ത ശേഷമാണ് നമ്മളിനി SMBS പവർ സപ്ലൈ വെക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഫ്രണ്ട് പാനൽ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ SMBS വെക്കുകയാണ്. പിന്നെ ഈ ഒരു ബിൽഡിൽ ഒരു മിസ്സായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂളറിൻ്റെ ഒരു നമുക്ക് പുറകിലായിട്ടൊരു എക്സോസ്റ്റും കൂടെ വെക്കേണ്ടതുണ്ടായിരുന്നു. ഈ ഒരു ക്യാബിനറ്റിലുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു ക്യാബിനറ്റിൽ വന്നിട്ടില്ല. ഫ്രണ്ടിലുള്ള ഫാൻ വേണമെങ്കിൽ നമുക്ക് ഇളക്കി വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു വൃത്തി ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയൊരു ഫാൻ തന്നെ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കൂളറിൽ തന്നെ വെക്കാൻ കഴിയുന്ന നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന പോലത്തെ ഫാന് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ എക്സോസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ അത് വെക്കാം. പിന്നെ ബാക്കിയുള്ള കണക്ഷൻസ് എല്ലാം ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കണക്ഷൻസൊക്കെ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗൊക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. മറ്റെന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ ഉള്ളവർ നിങ്ങൾ കമൻറ്റിൽ അത് അറിയിക്കുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാവുന്നതാണ്. പിന്നെ നമുക്ക് പുറകു സൈഡിലായിട്ടാണ് അതിൻ്റെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണൽ സ്റ്റോറേജിനായിട്ട്, എക്സ്റ്റേണലല്ല, നമ്മൾ അഡീഷണൽ സ്റ്റോറേജിന് വേണ്ടിയിട്ടൊരു ഹാർഡ് ഡിസ്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു 1 TB. അത് നമ്മൾ കണക്ട് ചെയ്യാൻ വെക്കേണ്ടത് ഇതിൻ്റെ പുറകു സൈഡിലാണ്. നമുക്ക് ആ ക്ലിപ്പ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ക്ലിപ്പ് ഓക്കെയാണ്. നമുക്ക് വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് പാനലിൽ വരുന്ന കണക്ഷനെല്ലാം നമ്മൾ കൊടുത്ത ശേഷം നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് നമ്മൾ വെക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പുറകു സൈഡിലുള്ള റിമൂവ് ചെയ്യേണ്ട പോർഷൻസ് എല്ലാം റിമൂവ് ചെയ്ത ശേഷം നമ്മുടെ ബാക്ക് സൈഡിൽ വരുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് വെച്ച് കൊടുക്കുക. മദർ ബോർഡിൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത ശേഷം നമ്മുടെ സ്ക്രൂ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്രാഫിക്സ് കാർഡിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കേണ്ടതുണ്ട്.
നമ്മുടെ CPU ബിൽഡിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിതിനെ ഇനിയൊന്ന് ഓൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള RGB ലൈറ്റുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കണക്കിനുള്ളത് തന്നെ ഉണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഓൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മാക്കാണ്. 460 വേറൊരു മദർ ബോർഡിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗ്രാഫിക്സ് കാർഡൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് ഇൻസ്റ്റാൾ ആയിട്ടില്ല. അല്ലാതെ നോർമൽ ഗ്രാഫിക്സിൽ വന്ന് നിൽക്കുന്നതാണ്. മാക്കിൻ്റെ റണ്ണിങ് ഇതിനകത്ത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തതാണ്. ഗ്രാഫിക്സ് ഒക്കെ നമ്മൾ കറക്റ്റായി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ കട്ട് പ്രോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ നന്നായിട്ട് തന്നെ വീഡിയോ എഡിറ്റിംഗ് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ വേറെ സംശയമില്ല. ഈ ഒരു കീബോർഡിൻ്റെ ഒരു ഫസ്റ്റ് വരുന്ന ഒരു ആനിമേഷൻ ഈ ലൈറ്റൊക്കെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മുടെ മാക്ക് എല്ലാം ഓൺ ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ വിൻഡോസിനെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഞാനൊന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഒന്ന് RGB ലൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതാണ്. കളർ മോഡലും ഒക്കെ നമുക്ക് സിസ്റ്റത്തിനകത്ത് തന്നെ ഇതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് ആ കണക്ഷൻസൊക്കെ കറക്റ്റായി കൊടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ വിൻഡോസിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ബാക്കിയൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഡ്രൈവേഴ്സോ മറ്റൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞ ശേഷമുള്ളതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. കറക്റ്റായിട്ട് ഞാൻ പ്രീമിയർ എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്ത് നോക്കിയിരുന്നു. യാതൊരു ലാഗും ഒന്നും പ്രശ്നങ്ങളും ഇല്ലാതെ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരാവുന്നതാണ്. നമ്മൾ ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കില്ല നമുക്ക് ചിലപ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത്. ആ ഒരു പെർഫോമൻസിൻ്റെ ബേസിലാണ് ഇൻ്റലിനെ ഞാൻ കുറച്ചുകൂടെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത്. പുതിയ AMDയുടെ പ്രോസസ്സറുകളൊക്കെ 5000 സീരീസൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അതൊക്കെ പെർഫോമൻസ് നല്ലത് തന്നെയാണ്. ഞാനും AMDയുടെ പ്രോസസ്സറൊക്കെ വെച്ചിട്ട് മെഷീൻസൊക്കെ ബിൽഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയും പുതിയ പ്രോസസ്സറൊക്കെ വെച്ചിട്ട് വരുന്നതൊക്കെ ഞാൻ ബിൽഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മേടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.